ഹലോ, ഞാൻ ഡോക്ടർ സൂര്യ. സാധാരണഗതിയിൽ ഒരു നോർമൽ വെജൈനൽ ഡെലിവറി നടക്കുമ്പോൾ കുഞ്ഞ് അനായാസേന പുറത്തോട്ട് വരാൻ വെജൈനയുടെ താഴ്ഭാഗത്ത് സൈഡിലേക്കായിട്ട് എടുക്കുന്ന ഇൻസിഷനാണ് എപ്പിസിയോട്ടമി. ഡെലിവറിക്ക് ശേഷം, അതായത് കുഞ്ഞും മറുപിള്ളയും പുറത്ത് വന്ന ശേഷം ഈ വൂണ്ട് സ്റ്റിച്ച് ചെയ്യാറാണ് പതിവ്. നമുക്ക് ഈ വീഡിയോയിൽ എപ്പിസിയോട്ടമി വൂണ്ടിനെ എങ്ങനെയെല്ലാം കെയർ ചെയ്യാം എന്ന് നോക്കാം. ഏതൊരു വൂണ്ട് പോലെയും ഇതിലെയും പ്രഥമ പരിഗണന എങ്ങനെ പെയിൻ മാനേജ് ചെയ്യാം എന്നതിലായിരിക്കണം. ഡെലിവറിക്ക് ശേഷം ആദ്യത്തെ 24 മണിക്കൂറിനകം ഇടവിട്ട് ഇടയ്ക്കിടയ്ക്ക് ഐസ് പാക്സ് വയ്ക്കുന്നത് ഒരു പരിധിവരെ വേദന കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ 24 മണിക്കൂറിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഐസ് പാക്സ് വയ്ക്കാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കാരണം അത് ആ ഭാഗത്തേക്കുള്ള സർക്കുലേഷനെ കുറച്ച് ഹീലിങ്ങിൻ്റെ ടൈം കൂട്ടാനാണ് വഴിയൊരുക്കുക. ഇപ്പോൾ മാർക്കറ്റിൽ പോസ്റ്റ്പാർട്ടം ഐസ് പാഡ്സ് എല്ലാം അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വേറൊരു മെത്തേഡ് നമ്പിങ് സ്പ്രേസ് ആണ്. നമ്പിങ് സ്പ്രേസ് അടിച്ച് ആ ഭാഗത്തെ വേദന ഒരു പരിധിവരെ കുറയ്ക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇരിക്കുന്ന സമയത്ത് ആ ഒരു സ്യൂച്ചറിൻ്റെ ഭാഗത്ത് പ്രഷർ കുറയുന്ന രീതിക്ക് ഇരിക്കാൻ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് സ്യൂച്ചറിൻ്റെ ഭാഗത്തുള്ള പ്രഷർ കുറയുന്ന രീതിയിൽ ഇരിക്കുക എന്ന് ചോദിച്ചാൽ ഡോണറ്റ് ഷേപ്പിലുള്ള കുഷ്യൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അത്തരം കുഷ്യൻസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ ഈ നമ്മുടെ കയ്യിലുള്ള ബ്ലാങ്കറ്റോ ടവലോ എന്തെങ്കിലും ഒരു തരിക പോലെ വട്ടത്തിൽ ട്വിസ്റ്റ് ചെയ്ത് ചുറ്റിയെടുത്തിട്ട് അതിലിരിക്കാവുന്നതാണ്. പിന്നെ ഒരേ പൊസിഷനിൽ കുറേ സമയം ഒരേപോലെ ഇരിക്കാതിരിക്കുക. കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ പിന്നെ അല്പനേരം എണീറ്റ് നടക്കുക, പിന്നെ കുറച്ച് നേരം കിടക്കുക, അങ്ങനെയെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കാലാകാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സിറ്റ്സ് ബാത്ത് അഥവാ അവഗാഹം. അതായത് വെള്ളം ചൂടാക്കി ചെറുതായി ഉപ്പിട്ടിട്ട് അതിലിറങ്ങിയിരിക്കുന്ന മെത്തേഡ്. ഇതും വേദന കുറയ്ക്കാനും ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. അങ്ങനെയാണ് എപ്പിസിയോട്ടമി വൂണ്ടിലെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നോക്കാം. എപ്പോഴും ഇളം ചൂട് വെള്ളത്തിൽ അവിടം കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വല്ലാതെ ചൂടുള്ള വെള്ളം ഉപയോഗിക്കാതിരിക്കുക. പിന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സോപ്പൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സോപ്പിന് പകരം സിന്തറ്റിക് ബാർസ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വി വാഷോ ഡെറ്റോളോ എല്ലാം ഉപയോഗിക്കുന്നത് തെറ്റായ രീതിയാണ്. അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള വാഷിംഗ് ഏജൻസും എപ്പിസിയോട്ടമി വൂണ്ടിൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വെള്ളം തുടച്ചെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം മെല്ലെ ഒപ്പിയെടുക്കാനേ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് കോട്ടൺ ടവൽസോ ടിഷ്യൂസോ എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെൻറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇനി ഇങ്ങനെ ഒപ്പിയെടുക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് മാത്രം ഒപ്പിയെടുക്കാൻ ശ്രമിക്കണം. താഴെ നിന്ന് മുകളിലേക്ക് ഒപ്പുമ്പോൾ ആനൽ റീജിയനിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ അത് ഈ വൂണ്ടിലേക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഹീൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര പെയിൻഫുള്ളും ആയിരിക്കും. പിന്നെ അങ്ങോട്ട് നോർമലി ഒരു 1 to 2 വീക്സിൻ്റെ ഉള്ളിൽ തന്നെ എപ്പിസിയോട്ടമി വൂണ്ട് ഹീൽ ചെയ്ത് തുടങ്ങുന്നതാണ്. ഒരു 4 to 6 വീക്സിൽ അത് കംപ്ലീറ്റ് ആയിട്ടും ഹീലായി ഒരു പഴയ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. ഇനി ചിലരിൽ അത് ഇമ്മ്യൂണിറ്റി കുറവുള്ളവരിലോ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളവരിലോ അതുപോലെ ഈ ഒരു വൂണ്ട് എപ്പിസിയോട്ടമി ഇൻസിഷൻ എടുക്കുമ്പോൾ അതൊരു ക്രമം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞു പോവുക, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ വരുന്നവരിൽ അത് ഹീൽ ചെയ്യാനുള്ള ടൈം കുറച്ച് അധികം എടുക്കുന്നതാണ്. ഇനി എപ്പോഴാണ് ഈ എപ്പിസിയോട്ടമി വൂണ്ട് ഇൻഫെക്റ്റഡ് ആയി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു ചുമന്ന് തുടുത്തിരിക്കുന്ന അവസ്ഥ, തൊടുമ്പോൾ ചൂടുണ്ടായിരിക്കും, നിങ്ങൾക്ക് വേദന അനുഭവപ്പെടും, പഴുപ്പ് വരുന്നതായിട്ട് കാണാം. ഈ പഴുപ്പിന് വളരെ വൃത്തികെട്ട ഒരു മണം ഉണ്ടായിരിക്കും, ചെറിയ തോതിൽ പനി ഉണ്ടായിരിക്കും. ഇനി നമ്മൾ അവിടെ ആ ഒരു ഏരിയ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ ആ മുറിവ് വിട്ട് വരുന്നത് പോലെ തോന്നും. നോർമലി അവിടെ നമ്മൾ ചെയ്യുന്ന സ്യൂച്ചർ നമ്മൾ പൊട്ടിച്ചെടുക്കുകയോ മുറിച്ച് കളയോ ഒന്നും വേണ്ട, അത് താനേ അബ്സോർബായി പോകുന്നതാണ്. പക്ഷേ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ വൂണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്തെല്ലാം നമ്മളിതിൽ ശ്രദ്ധിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, വൃത്തിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എല്ലാവർക്കും അറിയാം, ഡെലിവറി കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് ബ്ലീഡിങ് ഉണ്ടായിരിക്കും. ആ സമയം പാഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 മണിക്കൂർ ഇടവിട്ടിട്ടെങ്കിലും ഈ പാഡ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കണം. ഇനി അഥവാ പഴയ മെത്തേഡ് പോലെ തുണി ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ഈ തുണിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അരയിൽ കെട്ടിവെക്കുന്ന ചരടും ഡെയിലി മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചരടിൽ നനവിരുന്നിട്ട് അതിൽ നിന്ന് ഇൻഫെക്ഷൻ വന്ന് ഈ വൂണ്ട് ഫർദർ ഇൻഫെക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു 10 മിനിറ്റെങ്കിലും ആ ഒരു ഏരിയ എയറിൽ തുറന്ന് എക്സ്പോസ് ആക്കിയിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒരു പരിധി വരെ സഹായിക്കും. ഇനി നമ്മൾ പോസ്റ്റ്നാറ്റൽ കെയറിൽ ഉപയോഗിക്കുന്ന ഓയിൽസും അതുപോലെ തൈലങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. ഇതൊന്നും ആ ഒരു ഏരിയയിലേക്ക് ഇത് ഹീലാവുന്ന
ആ ഒരു സമയത്ത് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഹീലായി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത് ഹീലിങ്ങിനെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. പിന്നെ മാക്സിമം റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കണം. റെസ്റ്റ് എടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഡെലിവറി കഴിഞ്ഞ ഉടനെ വെയിറ്റ് ഉള്ളതൊന്നും പൊക്കാണ്ടിരിക്കുക, കുനിഞ്ഞ് നിൽക്കാതിരിക്കുക, വല്ലാതെ വിഗറസായിട്ട് നടക്കുക, ഓടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഒന്ന് നിങ്ങളെപ്പോഴും നിങ്ങൾക്കൊരു ഇപ്പം നിങ്ങൾ ഡെലിവറി കഴിഞ്ഞതാണെന്നുള്ള സ്വബോധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചമ്രം പടിഞ്ഞിരിക്കാതിരിക്കുക, കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു പരിധി വരെ പെട്ടെന്ന് തന്നെ ഈ വൂണ്ട് ഹീൽ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിൽ വേറെ ഒരു കെയർ കൊടുക്കേണ്ട ഏരിയ ബവലിലും ബ്ലാഡറിൻ്റെയും കെയറിലാണ്. ബ്ലാഡറിൻ്റെ കെയർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. കാരണം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നാൽ അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. പിന്നെ ഈ സ്റ്റിച്ചും ഒരു ഇൻഫെക്ഷനും എല്ലാം കൂടി അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കോൺസ്റ്റിപ്പേറ്റഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മലബന്ധം വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഫൈബർ അടങ്ങിയ ഫുഡൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സമീകൃത ആഹാരം കഴിച്ച് മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളിൽ ഈ വക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നതല്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എക്സസൈസ് ചെയ്യുന്നതാണ്. കീഗിൾസ് എക്സസൈസ് പോലെ പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള പെൽവിക് ടിൽറ്റ് പോലത്തെ എക്സസൈസൊക്കെ ചെയ്യാവുന്നതാണ്. ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം ചെയ്തു തുടങ്ങാവുന്നതാണ്. ദിവസം ഒരു 5 മിനിറ്റ് ഈ ഒരു സെഷന് വേണ്ടി മാറ്റിവെക്കാം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എപ്പിസിയോട്ടമി കൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഹീലായി നിങ്ങൾ പഴയ രീതിക്ക് ഒരു ഡേ ടു ഡേ ലൈഫ് ലീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ മാക്സിമം ശ്രദ്ധ ചെലുത്തി ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോവുക.